പാലസ്തീൻ നമ്മളെല്ലാവരും മറന്നു തുടങ്ങിയല്ലേ. ഞാൻ ഈ അടുത്ത് പാലസ്തീനെ കുറിച്ച് ഒരു ന്യൂസ് കേട്ടിരുന്നു. അതായത് ഫിഫ്ത്ത് സ്റ്റേജ് ഓഫ് ഫാമിനിലെത്തി. ഫിഫ്ത്ത് സ്റ്റേജ് ഓഫ് ഫാമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടും പട്ടിണിയുടെ ലാസ്റ്റ് ഫൈനൽ കോൾ. അതായത് വരും നാളുകളിൽ നമ്മൾ ഈ പലസ്തീനെ കുറിച്ച് ഏറ്റവും ദാരുണമായിട്ടുള്ളൊരു ന്യൂസ് കേൾക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, പലസ്തീനിലുള്ള എല്ലാ എൻ്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും ഈച്ച് ആൻഡ് എവറി ചൈൽഡ് മാസീവ് അപ്പോളജീസ്. ബിക്കോസ് നമുക്കൊന്നും ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ളൊരു സംഭവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുന്നില്ല ഈ ഒരു സിറ്റുവേഷൻ മാറ്റി തരാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇപ്പോൾ പൊളിറ്റിക്കൽ റീസൺസ് അസൈഡ്, നമ്മളീ പറഞ്ഞ രണ്ട് സൈഡ്സിൽ അവരുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ടാവും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദേ ഹാവ് ദ റൈറ്റ് ടു ഡിഫെൻഡ് ഇറ്റ് സെൽഫ്. അതുപോലെ തന്നെ നമുക്ക് ഹിസ്റ്ററിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സൈഡ് മാത്രമാണ് ശരി എന്നുള്ള രീതിക്ക് പറയാൻ പറ്റില്ല. ഇതിൽ പെട്ടുപോകുന്നത് ചെറിയ കുഞ്ഞു മക്കളാണ്, അതായത് ഇതിൻ്റെ വിക്ടിംസ് ആവുന്നത്. ആൻഡ് നമ്മളുടെ ഫ്രണ്ട് ഗ്രൂപ്പിൽ പോലും ഈ പറഞ്ഞ ഇസ്രായേലിൻ്റെ ഇൻഹ്യൂമൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് യുദ്ധത്തിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കെമിക്കൽ വെപ്പൺസ് യൂസ് ചെയ്തിട്ട് കൊല്ലാക്കൊല ചെയ്യുന്ന, അതായത് കാലിൻ്റെ അടിയിലെ ചോപ്പ് പോലും മാറാത്ത പിഞ്ചു മക്കളുടെ കൈയും കാലും കണ്ണും ഒക്കെ പിഴുതെടുത്ത് ചൂഷണം ചെയ്യുന്ന രീതിക്കുള്ള, അതിനൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യന്മാരെ വി കനോട്ട് കോൾ ദം ഹ്യൂമൻസ്. ഇറ്റ്സ് ബേസിക്കലി സാഡിസ്റ്റിക് ആയിട്ടുള്ള സൈക്കോപാത്തിക് എനിമൽസ് ആണ്. ആൻഡ് നമ്മളുടെ ഭാഗത്തുനിന്ന് പലസ്തീനെ ഓൾറെഡി സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ, പ്ലീസ് കീപ്പ് ഓൺ സപ്പോർട്ടിങ്, ബിക്കോസ് പ്ലീസ് റൈസ് യുവർ വോയിസ്. അറ്റ്ലീസ്റ്റ് ദാറ്റ്സ് വാട്ട് വി ക്യാൻ ഡു ഫ്രം അവർ സൈഡ്.